ഈ തൃശൂർ പൂരവും ഇലക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ഈ വീഡിയോ ഈ കണ്ടതിന് ശേഷം മറുപടി പറയുക. ഞാൻ ചോദിച്ചത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ കമന്റിലൂടെ പറയുക. മോദിജി ഇലക്ഷൻ സമയത്തൊക്കെ മുമ്പ് പറഞ്ഞു 400 സീറ്റിന് ഏകദേശം 400 സീറ്റിന് മേലെ പോകും എന്നൊക്കെയാണ് മോദിജി സംഘങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും അത് എളുപ്പമാണ്. ഒരു തരംഗമുണ്ടോ? മോദി തരംഗം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓരോ ഇലക്ഷൻ നമ്മൾ വാഗ്ദാനങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളെ പറ്റി പറയുമ്പോൾ മറ്റേ കോൺഗ്രസിനെ പറ്റി 10 വർഷം 2014 10 വർഷം കോൺഗ്രസ് ഭരിച്ചു അവരെ ഇതാക്കിയിട്ട് പെട്രോൾ വില, ഡീസൽ വില, ഗ്യാസ് വിലക്കയറ്റത്തിനെ കുറിച്ചൊക്കെ മോദിജി സംസാരിച്ചിട്ടാണ് മോദിജി എന്നുള്ള പേര് BJP ജയിച്ചു. 2019 ഏകദേശം ഞങ്ങൾക്ക് 5 വർഷം പോരാ, കൂടുതൽ ഭരിച്ചാലേ കൂടുതൽ ഇതാക്കാൻ പറ്റത്തുള്ളൂ, 2024 വരെ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യയെ വലിയൊരു ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. എന്നാൽ ഈ 2024 മോദി എന്ന ഫാക്ടർ, മോദി എന്ന വ്യക്തി അല്ലാതെ വേറെ എന്ത് കാണിച്ച് എന്ത് പറഞ്ഞിട്ട് 400 സീറ്റ് ഇപ്പൊ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 70% വോട്ടേ ആളുകൾ ചെയ്തിട്ടുള്ളൂ. ആളുകൾക്കൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം അതിനിടയിൽ പറഞ്ഞതിന്റെ കാര്യം കൂടി അത് ചേർത്ത് വായിച്ച് പറയാം. നമ്മുടെ ഇലക്ഷൻ സമയത്ത് പലതും പറയുന്നത് ഞങ്ങൾ ഇതുണ്ടാക്കി, അതുണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി. അന്ന് ആ സാധാരണക്കാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എവിടെയാണ് വിലക്കയറ്റം? അതിരൂക്ഷമായ വിലക്കയറ്റമുണ്ട്. അതിനനുസരിച്ച് തന്നെ വിലക്കയറ്റം, അതിരൂക്ഷമായ വിലക്കയറ്റമുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ വില വർധനവ് ഓരോ സാധാരണ ജനങ്ങൾക്ക്, ഇപ്പൊ ചെറുപ്പക്കാർക്കും ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഇന്ത്യയിൽ. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയണില്ല. എക്കണോമിക്ക് ഇടിഞ്ഞ് താന്ന് കുത്തനെ പോയിട്ടുണ്ട്, അതിനെ കുറിച്ച് പറയണില്ല. മോദിജി എന്നാ വോട്ട് ചോദിക്കാനായിട്ട് അവർ ഒരു ലക്ഷ്യം വെച്ചത്, ഞാൻ ശരിക്കും പറഞ്ഞുതരാം. അത് ഒരാളെ കാണിച്ച്, ഇപ്പൊ മോദിജി അല്ലാതെ ഒരാളെ കാണിച്ച് അവർ വോട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. അതായത് BJP ഇന്ത്യ എന്ന് പറഞ്ഞ ട്വിറ്റർ ഹാൻഡിൽ ചെയ്യുന്നത്. BJP ബീഹാറില് അവരെ ഒരു പോസ്റ്റ് ഇട്ടേക്കണാണ്, വായിക്കാം. വോട്ട് ദേനെ ജാ രഹേ ഹോ, യാദ് രഖ്ന, രാംലല്ല കാ മന്ദിർ കിസ്നെ ബനായ. അതുപോലെ തന്നെയാണ് ട്വിറ്ററിന്റെ BJPയുടെ തന്നെ നാഷണൽ ട്വിറ്ററിലെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ദ പവർ ഓഫ് യുവർ വൺ വോട്ട് എന്നും പറഞ്ഞിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ബീഹാറിലെ വോട്ടിന്റെ ഇത് കാണിച്ചിരിക്കുന്നത്. ഇതും തൃശ്ശൂർ പൂരമായിട്ട് എന്താ? അതായത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അയോധ്യ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞ് വോട്ട് ചോദിക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇതുപോലുള്ള അവരുടെ തന്നെ BJPയുടെ തന്നെ നാഷണലിലും ബീഹാറിലൊക്കെ ഉള്ള അടുത്ത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആരാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞിട്ട് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ രാമന് ഇവരുടെ ക്യാമ്പയിനർ ആയിട്ട് ഇതാക്കി വെച്ചേക്കണ പോലെ. മനസ്സിലായില്ലേ? വേറെ ഒന്നും പറയാനില്ല. മോദിജി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത്, പിന്നെ ആര്, പിന്നെ വേറെ എന്ത് ഒന്നും പറയാനില്ലാത്ത സമയത്ത് രാമനൊക്കെ ഇതാക്കി വോട്ട് ചോദിക്കുകയാണ്. അതായത് അയോധ്യ ആരാ പണിതത്, അതൊക്കെ അത് തന്നെയല്ലേ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിനും കാണിച്ചു. ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. തൃശ്ശൂർ പൂരത്തിന് ഒരു കുടമാറ്റത്തിന്റെ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ? ഇതില് മലയാളികളുടെ തൃശ്ശൂർ പൂരം മലയാളികളുടെ വികാരമാണ്. അതിന് സംഘി നെഞ്ചു കലക്കി നല്ല ഓഞ്ഞ കുടമാറ്റം എന്നൊക്കെ പറയുന്ന ചില പോസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളൂ. ഞാൻ അതിനെപ്പറ്റി അല്ല പറയണത്. കാണുന്ന നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക എന്തുകൊണ്ടായിരിക്കണം ആ കുടമാറ്റം. മെസ്സിയെ കൊണ്ടുവന്ന പോലെയൊക്കെ അല്ല
ഒരു രാംലല്ലനെ കൊണ്ടെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടാണ് അവിടെ അയോധ്യയിൽ ക്ഷേത്രം പണിത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യവും. ആ മുറിവിന്റെ അകത്ത് ഞങ്ങളാണ് ജയിച്ചത് എന്നുള്ള ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മെസ്സിനെ കൊണ്ടുവന്ന പോലെ ആണെന്ന് ചിലര് പറയാം. മെസ്സിക്ക് കൊണ്ടുവന്നപ്പോൾ ഇല്ലാത്ത പ്രശ്നം. അതാണ് ഞാൻ ചോദിക്കുന്നത്. മെസ്സിയെ പോലെയാണോ നിങ്ങൾ രാംലല്ലയെ കാണുന്നത്? നിങ്ങൾ ഒരു കുറച്ച് പേരെങ്കിലും ഒന്നും കുത്തി നോവിക്കുന്ന പോലെയല്ല നിങ്ങൾ ആ കുടമാറ്റ സമയത്ത് കാണിച്ചതെന്ന് കൂടി ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കും. വിദേശികൾ, തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ മാത്രം, കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും വരും വിദേശികൾ വരും. നിങ്ങൾ തൃശ്ശൂർ പൂരത്തിനെ ശ്രദ്ധിച്ചാൽ വിദേശികൾ വരും. അവരൊക്കെ ആഘോഷം എന്ന് പറഞ്ഞാൽ അവരെ സന്തോഷപ്പെടുത്തുക എന്നുള്ളതാണ് തൃശ്ശൂർ പൂരം ഒരു വികാരമായിട്ട് കൊണ്ടുവന്ന അവര് അത് എന്താ പറയണ വലിയൊരു ഇതാണ്. കേരളത്തിന്റെ തന്നെ തനിമ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ഇതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറയുന്നത്? എല്ലാവരോടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ നമസ്കാരം.